രക്ഷയുടെ പാതയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, ഇന്നത്തെ ക്ലാസ് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. കണ്ണുകളെ അടയ്ക്കാം, കൈകളെ കൂപ്പാം. ഈശോയുടെ മുമ്പിൽ അല്പസമയം നമ്മൾ വിശ്വാസ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ധ്യാനിക്കുവാനും പോകുന്ന നിമിഷങ്ങളാണ്. ഈശോനാഥ, ഞങ്ങളെല്ലാവരെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധമായ ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന, പഠിക്കുന്ന, ധ്യാനിക്കുന്ന, ചിന്തിക്കുന്ന കാര്യങ്ങൾ സഭയിലും സമൂഹത്തിലും ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മളിന്ന് 10ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. 10ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ച കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി സാറെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ചത് എന്താണ്? കുദാശകളെക്കുറിച്ചാണ് പഠിച്ചത്. എന്താണ് കുദാശകളെന്ന് നിങ്ങൾ കണ്ടു. കുദാശകൾ എന്താണ്? അതൊരു വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടുകളിൽ ലൈറ്റുണ്ട്, സ്വിച്ചുണ്ട്. കറണ്ടുള്ളപ്പോൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. എന്നാൽ ഈ സ്വിച്ചിൽ നിന്ന് ലൈറ്റിലേക്ക് ഒരു കേബിൾ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ, വയർ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ, ഈ കറണ്ട്, സ്വിച്ചിൽ വന്ന് നിൽക്കുന്ന കറണ്ട് എങ്ങനെയാണ് ലൈറ്റിലേക്ക് എത്തുകയും ലൈറ്റിനെ തെളിയിപ്പിക്കുകയും ചെയ്യുന്നത്? ഒരു സ്വിച്ചിനും ലൈറ്റിനും ഇടയ്ക്ക് ഒരു കേബിള്, ഒരു ചാലകം ഉണ്ടായിരിക്കണം. ഇത് തന്നെയാണ് കുദാശകൾ. ഈശോയുടെ അദൃശ്യമായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ കൃപാവരം നമ്മുടെയിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് എത്തിക്കുന്ന ശക്തിയാണ് ഈ കുദാശകൾ. നമുക്കും ഈശോയ്ക്കും ഇടയ്ക്കുള്ള ഒരു ചാലകമാണ്. അപ്പോൾ കുദാശകൾ നമ്മെ വിശുദ്ധീകരിക്കുവാനായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ കുദാശകൾ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുകയില്ല. നമ്മുടെ ജീവിതങ്ങൾ ഈശോയ്ക്ക് അനുരൂപമായി മാറ്റുവാനായിട്ടാണ് കുദാശകളെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് കുദാശകളെക്കുറിച്ചുള്ള ചെറിയ സംക്ഷിപ്തമായിട്ട് സാറ് ആ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്. സാർ ഒരു കഥ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തിനായിരിക്കണം നമ്മൾ കുദാശകൾ സ്വീകരിക്കേണ്ടത്? ഒരു കഥ ഇതാണ്, ഒരു ചെറിയ കഥ ഇതാണ്. ഒരു പള്ളിയിൽ ഒരു മാതൃവേദിയോ പിതൃവേദിയോ ഒക്കെ നിങ്ങൾക്കറിയാം, സംഘടനകളുണ്ട്. അതിൽ മാതൃവേദിയിലെ സംഘടനകളിൽ എല്ലാ മാസത്തെയും മീറ്റിങ്ങിൻ്റെ അവസാനം അവർക്ക് ചെറിയൊരു പാർട്ടി ഉണ്ടാകും, ചെറിയൊരു കാപ്പി. അപ്പോൾ ഈ കാപ്പിയുടെ അവസാനത്തെ വാക്ക്, അവസാനം സെർവ് ചെയ്യുന്ന ഡിഷായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റുള്ള മനോഹരമായ ഡിഷ്. ഈ ഡിഷ് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഈ സെർവ് ചെയ്യുന്ന ആൾ വിളിച്ചു പറയും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്പൂണ് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി വരാൻ പോകുന്നതാണ്, ഈ സ്പൂൺ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് ഇനി വരാൻ പോകുന്നതാണ് അന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യൽ. ഇത് വർഷങ്ങളോളം തുടർന്നു. അങ്ങനെ ഒരിക്കൽ ഈ സമൂഹത്തിലെ ഒരു സ്ത്രീ, വളരെ പ്രായമായിട്ടുള്ളൊരു അമ്മച്ചി മരിക്കുകയാണ്. മരിക്കാൻ പോകുന്നതിന് മുമ്പ് അച്ഛനെ വിളിച്ച് അന്ത്യകുദാശയൊക്കെ സ്വീകരിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ, ഞാൻ മരിക്കുമ്പം എൻ്റെ കയ്യിൽ ഒരു സ്പൂണ്, ഈ കുരിശും ജപമാലയൊക്കെ പിടിപ്പിക്കുന്ന കൂടുതൽ ഒരു സ്പൂൺ കൂടെ കയ്യിൽ വെച്ചേക്കണം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഈ അമ്മച്ചി ഈ സ്പൂണും പിടിച്ചുകൊണ്ട് എന്തിനാ സ്വർഗത്തിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പം അച്ഛൻ അവരോട് പറയണം, മരണപ്രസംഗത്തിൽ പറയണം, ബെസ്റ്റ് ഈസ് എറ്റ് ടു കം. ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുവരെ ഭൂമിയിലുണ്ടായിരുന്നതൊന്നും നല്ലതല്ല എന്നല്ല, നല്ലതായിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും മനോഹരം. മക്കളെ, നിങ്ങൾക്ക് സാറ് പറഞ്ഞ കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഭൂമിയിൽ നമ്മൾ സ്വീകരിക്കുന്ന കുദാശകൾ മറ്റൊരു വലിയ പാർട്ടിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ്. ഈശോയോടൊപ്പമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നതാണ് കുദാശകൾ. ബെസ്റ്റ് ഈസ് എറ്റ് ടു കം. ഇനി വരാൻ പോകുന്നതിലേക്ക്, മനോഹരമായൊരു പാർട്ടിയിലേക്ക് നമ്മെ ഒരുക്കുന്നതാണ് കുദാശകൾ. ഇതാണ് കുദാശകളെക്കുറിച്ചുള്ള നമ്മുടെ ഇതിനു മുന്നുള്ള ചാപ്റ്ററിൻ്റെ അവലോകനം. ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട് 10ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പ്രവേശക കുദാശകൾ എന്നാണ്. പ്രവേശക കുദാശകൾ. ഈ പ്രവേശക കുദാശകളെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് 3 കുദാശകളാണ് പ്രവേശക കുദാശകളായിട്ട് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
അത് 3 വിധമാണ്. ഏതൊക്കെയാണ്? 1 മാമുദീസ, 2 സ്ഥൈര്യലേപനം, 3 വിശുദ്ധ കുർബാന. ഈ 3 കുദാശകളെയുമാണ് പ്രവേശക കുദാശകളെന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവ പ്രവേശക കുദാശകളെന്ന് അറിയപ്പെടുന്നത് അറിയാമോ? മിശിഹാ രഹസ്യത്തിലേക്കും സഭാ സമൂഹത്തിലേക്കും നമ്മെ പ്രവേശിപ്പിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന കുദാശകളായതുകൊണ്ടാണ് ഇവയെ പ്രവേശക കുദാശകളെന്ന് അറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു സംശയമാണ്, പലരും ചോദിക്കാറുള്ള സംശയമാണ്, ഈ കുദാശകളൊക്കെ ആരാ സ്ഥാപിച്ചത്? ഈ കുദാശകൾ എന്തിനാ സഭ പരികർമ്മം ചെയ്യുന്നത്? കുദാശകൾ സ്ഥാപിച്ചത് ഈശോയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ഇങ്ങനെയാണ്. ആ തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. അപ്പം ഈശോ പറഞ്ഞ ഒരു കാര്യമാണ് സഭ ചെയ്യുന്നത്. ആരെയാണ് ഈശോ ഭാരമേൽപ്പിച്ചത്? സഭയെയാണ്. അപ്പം സഭ അതുകൊണ്ടാണ് ഈ കർമ്മം നമ്മളെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഈശോ കൊടുത്ത കർത്തവ്യം തുടർന്നു പോകുന്നത്. അപ്പോൾ കുദാശകളെ നമ്മൾ നിരസിക്കുമ്പോൾ ആരെയാണ് നമ്മൾ നിരസിക്കുന്നത്? ഈശോയെയാണ് നിരസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈശോ പറഞ്ഞതുകൊണ്ടാണ് സഭ കുദാശകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുദാശകളിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുവാനായിട്ട് സഭ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ കുദാശകൾ സ്വീകരിക്കുമ്പോൾ ആ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഇനി പ്രവേശക കുദാശകളിലെ 3 കുദാശകളുടെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ കുദാശ മാമുദീസായാണ്. മാമുദീസായിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയുമോ? വീണ്ടും ജനിക്കുകയാണ്. രണ്ടാമത്തെ കുദാശ എന്താണ്? പ്രവേശക കുദാശകളെ തൈലാഭിഷേകം. ഈ കുദാശ നമുക്ക് എന്ത് നൽകുന്നു? പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ശക്തീകരിക്കുന്നു. മൂന്നാമത്തെ കുദാശ എന്താണ്? വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്നു. ഈ 3 കുദാശകളും അതുകൊണ്ട് തന്നെ സഭയിൽ പരമപ്രധാനമാണ്. മിശിഹാ രഹസ്യത്തിലേക്ക് അല്ലെങ്കിൽ സഭാ സമൂഹത്തിലേക്ക് നമുക്ക് എൻട്രി നൽകുന്ന, പ്രവേശനം നൽകുന്ന കുദാശകളാണ്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് ഇവയെ പ്രവാചക കുദാശകളെന്നാണ് വിളിക്കുന്നത്. ഈ ആദ്യത്തെ 2 കുദാശകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സാറ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് ആദ്യത്തെ 2 കുദാശകളെക്കുറിച്ച് പറയാം. മൂന്നാമത്തെ പ്രവേശക കുദാശയിലെ മൂന്നാമത്തെ കാര്യം എന്താണ്? വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് ലഭിച്ചതാണ്. ഒരു കാര്യം സാറ് അതിനോട് ചേർത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ, നമ്മൾ സാധാരണ കഴിക്കുന്ന എന്തൊക്കെയാണ്? ചോറ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, കറിയുണ്ട്, ഇറച്ചിക്കറിയുണ്ട്, ബീഫോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ ഉണ്ട്. ഈ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കകത്ത് എന്തുണ്ട്? നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഇതിനെ വല്ലതും കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? ശരിയല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ധാതുലവണങ്ങളും അല്ലെ എല്ലാ വിധത്തിലുള്ള വൈറ്റമിൻസും ഉണ്ട് വ്യത്യസ്ത ഭക്ഷണത്തിനകത്തുനിന്ന്. പക്ഷെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ചോറെടുത്തിട്ട് നറുവേ മുറിച്ച് വെച്ചിട്ട് ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നഗ്നനേത്രങ്ങൾ കൊണ്ട് പറ്റത്തില്ല അല്ലേ? പക്ഷെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതാണ് യഥാർത്ഥം. അത് കഴിക്കുമ്പം നമ്മുടെ ശരീരം വളരുന്നു, നമ്മുടെ മനസ്സ് വളരുന്നു, നമുക്ക് ആരോഗ്യമുണ്ടാകുന്നു. ഇത് തന്നെയാണ് വിശുദ്ധ കുർബാന. ഈശോ പറഞ്ഞ എന്താണെന്നറിയോ? ജീവൻ്റെ അപ്പമാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. നമ്മുടെ സാധാരണ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ഷയിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശരീരം ചെറുതായി ഡീഹൈഡ്രേഷനൊക്കെ വന്ന് നമ്മൾ മരിച്ചു പോകുന്നത് പോലെ തന്നെ ആത്മാവിൻ്റെ ഭക്ഷണമായ വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അതിനകത്ത് ദൈവിക ജീവനുണ്ട്. അത് ഭക്ഷിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മാവ് ശോഷിച്ചു പോകും, ആത്മാവ് മരിച്ചു പോകും. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ആത്മാവിൻ്റെ വളർച്ചയ്ക്കാണ്. എന്നൊക്കെയാണോ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കേണ്ടത്, ഈ പ്രവേശ കുദാശകളിലെ കുദാശ സ്വീകരിക്കാതിരിക്കുന്നത്, അപ്പോഴെന്ത് പറ്റും? നമുക്ക് നമ്മുടെ ആത്മാവ് ഓരോ ദിവസം ചൊല്ലുന്തോറും ക്ഷയിച്ച് 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 ക്ഷീണിച്ച് മരിച്ചു പോകും. യേശുവിൽ നിന്നും നമ്മൾ അകന്നു പോകും. ഈ ഒരു കാര്യം ഈ മൂന്നാമത്തെ കുദാശയിൽ നിങ്ങൾ പരമപ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഒന്നാമത്തെ കുദാശയെക്കുറിച്ചാണ് സാറ് പറയുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കുദാശ എന്താണ്?
സഭ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നാമത്തെ കുദാശ മാമോദീസയാണ്. ഈ മാമോദീസ നമ്മളുടെ പ്രവേശ കുദാശകളാണെന്ന് കണ്ടു. മാമോദീസയിലൂടെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അപ്പോൾ ഈ മാമോദീസയെക്കുറിച്ച് സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ വരുന്ന നമ്മുടെ ആത്മാവിൽ വരുന്ന 3 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്: മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ മരണത്തിലും യേശുവിൻ്റെ ഉയർപ്പിലും പങ്കുചേരുന്നു. 2 അടയാളങ്ങളാണ് അവിടെയുള്ളത്. നമ്മളെ മാമോദീസ ജലം ശിരസിലൊഴിച്ചോ അല്ലെങ്കിൽ ജലത്തിൽ മുക്കിയോ അത് യേശുവിൻ്റെ ഒപ്പമുള്ള മരണത്തെ സൂചിപ്പിക്കുന്നു. ജലത്തിൽ നിന്ന് നമ്മളെ ഉയർത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ തല തൂർത്തുന്നത്, ഇത് എന്താ ഓർപ്പിക്കുന്നത്? ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ ഉദ്ധാനത്തെയാണ്. യേശുവിനോടുകൂടെ നമ്മൾ ഉദ്ധാനം ചെയ്തു. അപ്പം മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മരണത്തിലും യേശുവിൻ്റെ ഉയർപ്പിലും, അതായത് നിത്യജീവനിലേക്കും പങ്കുചേർക്കപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ജന്മപാപമുണ്ട്, കർമ്മപാപം ഉണ്ടാകാം. അപ്പം ജന്മപാപമുണ്ടെങ്കിലും കർമ്മപാപം, അതായത് പ്രവൃത്തികളിലൂടെ വരുന്ന പാപമുണ്ടെങ്കിലും ഈ 2 പാപങ്ങളും മോചിപ്പിക്കുന്ന പ്രോസസ്സാണ് എന്ത്? മാമോദീസ. മൂന്നാമത്തെ കാര്യം, ദൈവമക്കളായി നമ്മളെ ജനിപ്പിക്കുന്നു. ദൈവമക്കളായി മാറുന്ന, അതായത് നമ്മൾ യേശുവിൻ്റെ മക്കളായി മാറുന്ന പ്രോസസ്സാണ് എന്ത്? മാമോദീസ. നാലാമത്തെ കാര്യം എന്താണ്? സഭ കൂട്ടായ്മയിൽ നമ്മൾ ചേർക്കപ്പെടുന്നു. നമ്മൾ സീറോ മലബാർ കുർബാനയിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ലേ? എന്താ പ്രാർത്ഥിക്കുന്നത്? സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ. അപ്പം നമ്മുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സഭ നമ്മുടെ ഭവനമാണ്. നമ്മുടെ ദേവാലയം നമ്മുടെ ഭവനമാണ്. അവിടെ എന്തേലും സൗഭാഗ്യങ്ങൾ, എന്തേലും വിശുദ്ധരുടെ മാധ്യസ്ഥമുണ്ട്, നമുക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥമുണ്ട്. അങ്ങനെ ആ സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ഒരു ഭവനത്തിനകത്തേക്കാണ് നമ്മൾ ചേർക്കപ്പെടുന്നത്. അപ്പം മാമോദീസ നൽകുന്ന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്തെന്നറിയുമോ? നമ്മൾ സഭാ സമൂഹത്തിലേക്ക് വിശുദ്ധർ, പത്രോസ്ലീഹ മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാലുള്ള സകല വിശുദ്ധരുടെയും ഒപ്പം നമ്മൾ ചേർക്കപ്പെടുകയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ വീട് വളരെ സമ്പൽ സമൃദ്ധമാകുന്നു എന്നതിൻ്റെ അർത്ഥമാണത്. ഈ 4 കാര്യങ്ങൾ, 5ാമത്തെ ഒരു കാര്യം കൂടെ കണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മാമോദീസ നമ്മെ മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാക്കുന്നു. എന്താക്കുന്നു? മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാക്കുന്നു. അതുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ മോശപ്പെട്ട പ്രവൃത്തികൾക്ക് വിട്ടുകൊടുക്കരുത്. നമ്മുടെ കാറ്റഗിസം ക്ലാസ്സിലും നമ്മളെ കുമ്പസാരത്തിന് ഒഴുക്കുമ്പോഴും ഒക്കെ പറയുന്നില്ലേ, മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യരുത്. ശരീരം വെച്ചിട്ട്, കണ്ണ് വെച്ചിട്ട്, കാത് വെച്ചിട്ട്, കൈകൾ വെച്ചിട്ട് ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ആരായി മാറി? ഈശോയുടെ ശരീരത്തിലെ അംഗങ്ങളായി മാറി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. മക്കളെ, നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി സാർ ഓർമ്മിപ്പിക്കുകയാണ്, കുദാശകളെ നിരസിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് തളർന്നു പോകും. നമ്മുടെ ആത്മാവിന് വളർച്ചയുണ്ടാകുകയില്ല. ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ തന്നെ കുദാശകൾ നമ്മുടെ ആത്മാവിന് ആവശ്യമാണ്. സ്വർഗത്തിലേക്ക്, മിശിഹായുടെ രഹസ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗജീവനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ് കുദാശകൾ. ഈ ആഴ്ചയിൽ നിങ്ങൾ കേട്ട ക്ലാസ് ഒരിക്കൽ കൂടി ഓർമ്മയിൽ വെക്കുക. നമ്മൾ മാമോദീസ സ്വീകരിച്ച വ്യക്തികളാണ്. ആ മാമോദീസയുടെ കൃപാവരത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് കേട്ട ക്ലാസ്സുകളെയൊക്കെ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കൈകളെ കൂപ്പി കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. ഈശോനാഥ, ഞങ്ങൾ മാമോദീസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ ജീവനെ കുദാശകളിലേക്കുള്ള കുദാശകളിലൂടെ അങ്ങയിലേക്ക് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുദാശകളുടെ കൃപാവരത്തിൽ നിലനിൽക്കുവാനായിട്ടുള്ള നിലനിൽപ്പിൻ്റെ വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധാത്മാവേ, നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് എല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.